അതെ, മുൻപില്ലാത്ത രീതിയിലാണ് നമ്മുടെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ എല്ലാത്തിലും ഭീതി വരുന്നുണ്ട്. വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും നാളുകളിൽ അതിൻ്റെ എണ്ണം ഇനിയും വർദ്ധിക്കുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഭീതി. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വനമേഖലയ്ക്കകത്തുള്ള ചൂട് വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ്. കാടിനകത്ത് വലിയ രീതിയിലുള്ള ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ സാധനങ്ങൾ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. ജലലഭ്യതയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണവും വെള്ളവും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അത് കിട്ടുന്ന ഇടങ്ങൾ തേടി സ്വാഭാവികമായിട്ടും ജനവാസ മേഖല, ഈ മലയോര മേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖല എന്ന് പറയുന്നത് മിക്കവാറും കൃഷിയിടങ്ങളാണ്. ഈ വാഴയെ പോലുള്ള കുറെ കൂടി നീര് ഉള്ള ഭക്ഷ്യസസ്യ ആഹാരങ്ങൾ അവർക്ക് കിട്ടുന്ന പ്രദേശങ്ങളാണ്. മാത്രമല്ല പുഴയോരങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ ഇന്ന് കണ്ട അതിരപ്പള്ളി അടക്കമുള്ള മേഖലകളെല്ലാം തന്നെ അത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങളാണ്. അവിടേക്ക് കൂടുതൽ മൃഗങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേനൽ കടുത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്കിതിനെ എങ്ങനെയെല്ലാം മറികടക്കാം, പ്രതിരോധിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ കാടിറങ്ങി വരുന്ന ജീവികളെ നമ്മൾ പ്രകോപിപ്പിക്കാതിരിക്കുക. നമ്മൾ സ്വാഭാവികമായിട്ടും പാനിക്കാവാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഭീതി ഉണ്ടാവും പെട്ടെന്ന് ആന കാട്ടുപോത്തിനെ കാണുമ്പോൾ. പക്ഷേ അവരും ഭയത്തോടു കൂടിയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നത് അവർ കൂടുതൽ അക്രമാസക്തരാവാനുള്ള കാരണങ്ങൾ ഉണ്ടാകും. അതിന് പകരം കുറേയും കൂടി തന്മയത്വത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്. പരമാവധി വീടിന് പുറത്തിറങ്ങാതിരിക്കുക, മറ്റിടങ്ങളിലേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ തന്നെ ഈ മൃഗങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് കാണാനൊക്കെ ആയിട്ട് ഒരു ആകാംക്ഷയുടെ പുറത്താണെങ്കിൽ പോലും പോകാതിരിക്കുക. മറ്റൊന്ന്, ഇവയെ തീറ്റ കൊടുക്കാതിരിക്കുക. പണ്ട് കാലം തൊട്ട് നമ്മളെ അടുത്ത് പറയുന്നതാണ്, ഈ കാടിറങ്ങി വരുന്ന പല ജീവികൾക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഭക്ഷണം കിട്ടാതെ വന്നതല്ലേ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്തൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും അവരെ നമ്മൾ ഫീഡ് ചെയ്യും തോറും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും തോറും കൂടുതൽ മൃഗങ്ങൾ കടന്നു വരാനുള്ള സാധ്യത കൂടും. ഈ വന്ന മൃഗങ്ങൾ കാട്ടിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാനുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ വിവരങ്ങൾ വന്യജീവികളെ ഏതെങ്കിലും നമ്മുടെ ഭൂപ്രദേശത്ത് കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായ വിവരം വനം വകുപ്പിന് കൈമാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിയെ കണ്ടു, അതെവിടെയാണ് എന്ന കാര്യങ്ങൾ കൃത്യമായി അറിയണം, അത് കൃത്യമായി പറയണം. ഇതോടൊപ്പം നമ്മളുടെ പ്രദേശത്തുള്ള ആളുകളോടും ഇത്തരത്തിലുള്ള വന്യജീവികൾ അല്ലെങ്കിൽ ജീവി കൂട്ടങ്ങൾ ഈ പ്രദേശത്തുണ്ട് എന്ന കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് ഒന്ന് എന്ന് പറയുന്നത്, പ്രാദേശികമായി നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ആ പ്രാദേശിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്തുക. നമ്മളുടെ കൂട്ടായ്മയിൽ നിന്ന് അയൽപക്കങ്ങളിലേക്ക്, അയൽക്കൂട്ടങ്ങളിലേക്ക് ഈ വിവരങ്ങൾ കൈമാറുക. അങ്ങനെ ജാഗ്രത പാലിക്കുക. നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി എന്നുള്ളത് നിലവിൽ ഈ ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊന്നുകൊണ്ടോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ഫെൻസിങ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടോ ഒരു ശാശ്വത പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. താൽക്കാലിക സംവിധാനം എന്ന് പറയുന്നത് ആ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്.